ഹായ്, അബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കൊട്ടിയം ലുലു മാളിൽ വന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പം ഞങ്ങൾ വണ്ടി ബാക്കിൽ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനെ ഇത് കൊട്ടിയം ലുലു മാളായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ അകത്ത് വന്ന ലുലു ഡെയിറിന്ന് അകത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അകത്ത് കയറിയപ്പോൾ തന്നെ നല്ല AC ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഗൾഫിലെ ലുലു മാളിലേ പോയിട്ടുള്ളൂ, തിരുവനന്തപുരത്തൊന്നും പോയിട്ടില്ല. പിന്നെ ഇപ്പോൾ കൊട്ടിയത്ത് വന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടില്ല, കൊച്ചു കുട്ടികൾ റിമോട്ട് വെച്ചിട്ട് ഇങ്ങനെ പോകുന്ന പോലത്തെ വണ്ടിയില്ലേ, അതുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് ആദ്യം കയറണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ ആ വിഷയം മാറ്റി. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയപ്പം അവിടെ തൊട്ടപ്പുറത്ത് നമ്മളെ ഇത് ഉണ്ടായിരുന്നു, KFC ഉണ്ടായിരുന്നു. പിന്നെ ഈ ലുലു മാളിൽ എല്ലാം ഒന്നും ആയിട്ടില്ല, കുറേയൊക്കെ ഇപ്പോൾ അവർ പണിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നേ. അങ്ങനെ ഞങ്ങൾ മേളിലോട്ട് പോവുമായിരുന്നു. മേളിൽ ഇത് എസ്കലേറ്റർ ഉണ്ട്, സ്റ്റെപ്പുണ്ട്, ലിഫ്റ്റും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മേളിൽ വന്ന ആദ്യം ഇവിടെ ഏത് ഫ്ലോറിലാണ് ഏതാണെന്നൊന്നും അറിയാതെ ഞങ്ങൾ ആദ്യമേ 3rd ഫ്ലോറിലാണ് വന്നത്. അവിടെ വന്നപ്പം ഇങ്ങനെ ഈ ബർഗറും പിസ്സയും അതൊക്കെ ഉണ്ടായിരുന്നു 3rd ഫ്ലോറിൽ. പക്ഷേ ഈ ബാക്കി സാധനങ്ങളെല്ലാം 2nd ഫ്ലോറിലും 1st ഫ്ലോറിലും ആയിരുന്നു. ഇത് 1st ഫ്ലോറാണ്. അപ്പം ഇവിടെ കൂടുതലും ബിസ്ക്കറ്റ്, സോപ്പിൻ്റെ ബാർ, സോപ്പ് അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു, കുറേ ഓഫർ പോലെ വെച്ച്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഈ റോയുടെ ഒരു മാംഗോ ജ്യൂസ് എടുത്തായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ആ ബക്കറ്റ് കൊണ്ട് ഇങ്ങനെ ഉരുട്ടി നടക്കുമായിരുന്നു. നല്ല രസമായിരുന്നു, ഇങ്ങനെ തെന്നി പോകുന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ജ്യൂസ് എടുത്തു. പിന്നെ അവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. പിന്നെ കുറേ സോപ്പിൻ്റെ ബാർ ഉണ്ടായിരുന്നു, പിന്നെ ജ്യൂസും ആ ഒരു ബിസ്ക്കറ്റും എടുത്തു. പിന്നെ ഞങ്ങൾ കാഷ്യൂനട്ട് നോക്കി, വില കാരണം അവിടെ വെച്ചു. പിന്നെ ഒരു കട്ടിംഗ് ബോർഡ് എടുത്തായിരുന്നു, കട്ടിംഗ് ബോർഡും എടുത്തു. അത് കഴിഞ്ഞിട്ട് കെച്ചപ്പ് നോക്കി. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. കുറേ എണ്ണം എടുത്ത് നോക്കിയിട്ട് വീണ്ടും അവിടെ വെച്ചു. അങ്ങനെ 2-3 എണ്ണം എടുത്തു. അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കി വന്നാൽ അവിടെ കുറേ മസാലപ്പൊടിയൊക്കെ ഒരുപാട് ഇരിപ്പുണ്ടായിരുന്നു. ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ നേരെ വന്നപ്പോൾ ഈ കുഞ്ഞ് കേക്കിൻ്റെയൊക്കെ ഇതുണ്ടായിരുന്നു, കേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് വാട്ടർ മെലൺ അരിഞ്ഞതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലിഫ്റ്റിൽ കയറി കുറച്ച് നേരം ലിഫ്റ്റിൽ, അതായത് 2nd ഫ്ലോറിൽ പോകാനാണ്. അങ്ങനെ ഞങ്ങൾ 2nd ഫ്ലോറിൽ വന്നിട്ട് അവിടുന്ന് സോസേജ് എടുത്തായിരുന്നു, ചിക്കൻ സോസേജ് എടുത്തു. ചിക്കൻ സോസേജും എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് അവിടെ കുറേ സാധനങ്ങളൊക്കെ നോക്കി കേട്ടോ. ചിക്കൻ സോസേജ് പോലത്തെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ചിക്കന് സോസേജ്, എന്തോ ഫിഷ് ഫിംഗറോ അങ്ങനെ എന്തൊക്കെയോ കുറേ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ചിക്കൻ സോസേജാണ് എടുത്തത്, അതും എടുത്തു. അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട് സെക്ഷനിൽ വന്നപ്പോൾ അവോക്കാഡോ എടുക്കാനാണ് വന്നത്. അങ്ങനെ ഞാൻ അവിടുന്ന് തന്നെ ഒരു ഇതെടുത്തിട്ട് അവോക്കാഡോ 2 എണ്ണം എടുത്തോളൂ. അങ്ങനെ 2 അവോക്കാഡോ അവിടെ നിന്ന് എടുത്തു കേട്ടോ. അവിടെ തന്നെ ബില്ല് ചെയ്ത് എടുക്കാതെ അവിടെ തന്നെ ബില്ല് ചെയ്ത് എടുത്തു. പിന്നെ കുറേ ഈന്തപ്പഴവും പിന്നെ പച്ചമുളക്, തക്കാളി, ഒരുപാട് സാധനങ്ങൾ കുറേ ഓഫറിൽ കൊടുത്തിട്ടുണ്ട്. ഓഫർ മണ്ടയിൽ എഴുതിയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഞങ്ങൾ എടുത്തു. അതൊക്കെ എടുത്തെന്നല്ല, നോക്കി. അവോക്കാഡോ ഇവിടുന്ന് എടുത്തോളായിരുന്നേ. പിന്നെ ഇവിടെ ഹിറ്റുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന്. പിന്നെ ഇതുപോലെ നമ്മളെ ബാത്റൂമിലൊക്കെ ഇങ്ങനെ മണം വരാനായിട്ട് ഇടുന്നൊരു സംഭവം ഉണ്ടായിരുന്നേ. പിന്നെ അവിടെ കുറേ ലൈസോള്, ഡിറ്റർജൻറ്റ് അതൊക്കെ കുറേ ഇരിപ്പുണ്ട്. പിന്നെ കുറേ പാൻ ഇരിപ്പുണ്ടായിരുന്നു, നമ്മുടെ കുക്കിംഗ് പാൻ കുറേ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ കുറേ ബാഗ് സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഞാനത് ഇട്ട് നോക്കിയേ. അത് കഴിഞ്ഞിട്ട് അത് വാങ്ങിയില്ല, വെറുതെ ഇട്ട് നോക്കി. പിന്നെ ഈ ഒരു വാട്ടർ ബോട്ടിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു വെറൈറ്റി ഒരു ബാഗ് കണ്ടു, കുഞ്ഞ് ഷോൾഡർ ബാഗല്ല, ഒരു സൈഡ് ഇങ്ങനെ ഇടുന്ന ബാഗായിരുന്നു. അതിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ നടന്നു നോക്കി. അത് കഴിഞ്ഞിട്ട് ഇനി എവിടെ പോകണം ഇങ്ങനെ ആലോചിച്ച് നിന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഞാൻ സ്റ്റേഷനറി സെക്ഷനിലാണ് എത്തിയത്. അവിടെ ഇങ്ങനെ കുറേ ബാഗുണ്ട്. എനിക്ക് ആ ബ്ലാക്ക് ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് കാരണം ഞാൻ വെറുതെ ഒന്ന് ഇട്ടൊക്കെ നോക്കി. പിന്നെ കുറേ ബാഗ് അവിടെ നിന്ന് എടുത്തു. പിന്നെ കുറേ പെൻസിൽ ബോക്സ്, പൗച്ചൊക്കെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ
എനിക്ക് 1-2 ഇഷ്ടമായുള്ളൂ, ബാക്കിയൊന്നും എന്തായാലും എടുത്തില്ല. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ നേരം എടുക്കാമെന്ന് കരുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ടാങ്ക് എടുത്തിരുന്നു. അപ്പം ഞാൻ അതിങ്ങനെ മറ്റേതിനകത്ത് കയറി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് മിൽക്കി ബാറിൻ്റെ ഒരെണ്ണം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എസ്കലേറ്ററിൽ താഴോട്ട് പോയത്. എസ്കലേറ്റർ ഗൾഫിലെ എസ്കലേറ്ററിൽ കയറിയിട്ടുള്ളൂ, ഇവിടെ ഒന്നും വന്ന് കയറിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ എസ്കലേറ്ററിൽ ഇറങ്ങി. വീണ്ടും ഇത് അവോക്കാഡോ എടുത്ത സെക്ഷനിലെ ഫ്ലോറാണ്, സെക്കൻഡ് ഫ്ലോറാണ്. അങ്ങനെ അത് ബില്ല് ചെയ്യുമായിരുന്നു. ബില്ല് ചെയ്തതിൻ്റെ വീഡിയോ എടുത്ത, പിന്നെ അതും ബാക്കി സാധനങ്ങളെല്ലാം ഒരുമിച്ച് ബില്ല് ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഒരു എസ്കലേറ്റർ പോലെ ഒരു ഇങ്ങനെ റോഡ് ചെയ്ത് പോകുന്ന സാധനം, നമ്മളെല്ലാം ഇങ്ങനെ അതിനകത്ത് വെച്ച് കൊടുത്താൽ മതി, അതിങ്ങനെ ഉരുണ്ടുരുണ്ട് പൊയ്ക്കോളും, അവരുടെ അടുത്ത് ഇങ്ങനെ എത്തിച്ചോളും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് നമ്മൾ 3rd ഫ്ലോറിൽ കയറി ബർഗർ കഴിക്കാനായിട്ട് കയറിയേ. ബർഗർ പടത്തിലൊക്കെ കാണുന്ന പോലൊന്നും അല്ലായിരുന്നു, ഒരു കുഞ്ഞു ബർഗർ ആയിരുന്നു. പടത്തിലൊക്കെ കണ്ടതെന്ന് വെച്ചാൽ വലിയ ബർഗർ ആയിരുന്നേ. പക്ഷെ ഇവിടെ എടുത്തപ്പം ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് ചിക്കൻ വറുത്തതും പിന്നെ ക്യാബേജിൻ്റെ ലീഫാന്ന് തോന്നുന്നു, അതും മയോണിയസും ബണ്ണും മാത്രമേ ഉള്ളായിരുന്നു. വലിയ കാര്യമൊന്നുമില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഞങ്ങൾ 3 പേരും വാങ്ങിച്ചു. അത്